ഏതായാലും ഇന്ന് അഭിഭാഷകൻ മുഖാന്തരം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വരുമ്പോൾ എന്തായിരിക്കും ബി.ജെ.പി. സർക്കാർ, ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് എന്നത് തന്നെയാണ് ഇന്നത്തെ ജാമ്യാപേക്ഷയെ നിർണായകമാക്കുന്നത്. സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നു. സിബി, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. ജാമ്യത്തിൽ അവരുടെ മോചനത്തിന് വേണ്ട നടപടികളിൽ കൃത്യമായി ഇടപെടാമെന്ന ഇന്നലെ ഇടത് എം.പിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകുകയുണ്ടായി. ഇടത് എം.പിമാർ നേരിട്ടെത്തി ആഭ്യന്തരമന്ത്രിയോട് സംസാരിക്കുന്നു, നിവേദനം നൽകുന്നു. ആ നിവേദനത്തിന്മേൽ കൃത്യമായിട്ടുള്ള നടപടി അനുഭാവപൂർവ്വം അത് പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അപ്പോഴും നമുക്കൊക്കെ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ, ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇന്ന് എന്തായിരിക്കും കോടതിയിൽ നിലപാടെടുക്കുക എന്ന് തന്നെ. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലേക്ക് വരുമ്പോൾ? വിനീഷ, എന്തായാലും ഇന്നിപ്പോൾ ഏറെ നിർണായകമാണ് ഈ നിയമ പോരാട്ടത്തിൽ. ഇന്നിപ്പോൾ ഈ കന്യാസ്ത്രീമാർ, മലയാളികളായ 2 കന്യാസ്ത്രീമാർ ജയിലിൽ കഴിയുന്നത് 8ാം ദിവസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവരെ ഇത്തരത്തിൽ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ 8ാം ദിവസമായും അവർ ജയിലിൽ തുടരുകയാണ്. ഇന്നത്തെ ഈ നടപടി എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കന്യാസ്ത്രീകളുടെ ഇവർ ക്രൈസ്തവ സമൂഹം ഹൈക്കോടതിയെ, ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. കാരണം ഇതിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് വിചാരണ കോടതിയിൽ നിന്ന് തന്നെ അവർക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ള കാര്യമൊക്കെ അമിത്ഷാ ഉറപ്പ് നൽകി എന്നുള്ളതാണ്. ഇതിലെല്ലാം തന്നെയും ഏത് രീതിക്ക്, അതായത് NIA കോടതിയിൽ ഈ NIA ആക്ട് ഈ കേസിലുണ്ട്, അതായത് BNS 143 എന്ന ആക്ട് ഈ കേസിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ NIA കോടതിയിലേക്ക് പോകണമെന്നുള്ളതാണ് സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ തന്നെ ആവശ്യപ്പെട്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി NIA കോടതിയിലേക്ക് പോകണമോ എന്നുള്ളൊരു അത്തരത്തിലൊരു ചർച്ചകൾ വന്നിരുന്നെങ്കിലും NIA കോടതിയിൽ ഈ നടപടികൾ വൈകാനും അതോടൊപ്പം തന്നെ അത് അനന്തമായി നീളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കന്യാസ്ത്രീമാരുടെ ജയിൽവാസം പിന്നീടും തുടരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജാമ്യാപേക്ഷ നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കന്യാസ്ത്രീമാർക്കായി ഛത്തീസ്ഗഡിലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായ അമർദോത് ദാസാണ് ഹാജരാകുക എന്നും പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ചർച്ച നടത്തുമ്പോൾ ഇനി വിചാരണ കോടതി തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഈ കന്യാസ്ത്രീമാരുള്ളത്. അവിടെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ജാമ്യാപേക്ഷ ലഭിക്കുമെന്ന അത്തരത്തിലുള്ള നിയമോപദേശം കൂടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. വിചാരണ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകണോ, അതല്ലെങ്കിൽ NIA കോടതിയിലോ ഹൈക്കോടതിയിലോ, ഈ 3 ഓപ്ഷനാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകും. അത് ഏത് കോടതിയിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം കൃത്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിലും നമ്മൾ ഹൈക്കോടതിയിലേക്കാണ് പോകുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കൂടുതലും അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് കോടതിയിൽ പോയാലും ഈ ജാമ്യാപേക്ഷയിൽ ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന നിലപാട്, ഇവിടുത്തെ BJP സർക്കാർ എടുക്കുന്ന നിലപാട് ഇതിൽ ഏറ്റവും നിർണായകമാണ്. കാരണം സെഷൻസ് കോടതിയിലെല്ലാം തന്നെയും അവർ സ്വീകരിച്ച നിലപാട് ശക്തമായി ജാമ്യാപേക്ഷ എതിർക്കുകയും ഈ വിഷയം ഏറെ ഗൗരവമുള്ളതും അന്വേഷിക്കേണ്ടതാണെന്നും പറയുകയും മാത്രമല്ല, ഇനിയും ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം നൽകിയാൽ അവർ വീണ്ടും മതപരിവർത്തനം പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കും, ഇവർക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് എന്നടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രോസിക്യൂഷൻ അവിടെ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് വീണ്ടും കോടതികളിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ജാമ്യാപേക്ഷ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇന്നലെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഇനിയിപ്പോൾ BJP സർക്കാർ ഇതിനെ എതിർക്കില്ല, ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നൊക്കെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇടതുപക്ഷ എംപിമാർക്ക്. പക്ഷേ എങ്കിൽ പോലും നേരത്തെയും സമാനമായ രീതിയിൽ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നൊക്കെ BJP നേതാക്കൾ പറയുമ്പോഴും കോടതിയിൽ മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാട് വീണ്ടും അതുപോലെ തന്നെ സമാനമായ സാഹചര്യം ഉണ്ടായാൽ അത് ഈ ജാമ്യാപേക്ഷയെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ BJP സർക്കാരിൻ്റെ ഈ നിലപാടാണ് ഏറ്റവും നിർണായകം. നമുക്ക് അറിയാം, 3 പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം എടുക്കുകയും ആ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി മാറ്റിപ്പിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ പെൺകുട്ടി തന്നെ ഇന്നലെ ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവിടെ ബജരംഗൾ പ്രവർത്തകർ പറയുന്നതനുസരിച്ചാണ് ഈ പോലീസ് FIR അവിടെ തയ്യാറാക്കിയത്. തങ്ങളുടെ മൊഴി പോലീസ് കേട്ടിട്ടില്ല, മാത്രമല്ല കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി തങ്ങളെ നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ദേശീയ മാധ്യമങ്ങളോട് അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് ഏറെ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൃത്യമായി ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെയും പോലീസിൻ്റെ എല്ലാം തന്നെയും നിലപാട് പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പെൺകുട്ടികളുടെ തന്നെ മൊഴി എന്ന് പറയുന്നതിൽ അവരെ വെളിപ്പെടുത്തൽ
എന്ന് പറയുന്നത്. ഇത് വളരെയധികം പരുങ്ങലിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ അമിത്ഷാ അടക്കമുള്ളവർ ഇതിൽ നിന്ന് ഒരു പിൻവാങ്ങൽ നടത്തിയതെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഇടതുപക്ഷ എം പിമാർ ഇന്നലെ നേരിട്ട് കണ്ടുകൊണ്ട് നിവേദനം നൽകുകയൊക്കെ ചെയ്തിരുന്നു. വലതുപക്ഷ എം പിമാരും നേരിട്ട് കണ്ട് നിവേദനം നൽകുകയും അവരെ കാണുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കൂടിയാണ് ഇവർക്ക് ജാമ്യാപേക്ഷ നൽകി ഇവർക്കൊരു ജയിൽ മോചനം എന്ന രീതിയിലേക്ക് ഒരു പ്രതീക്ഷകളിലേക്ക് പോകുന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇവർക്ക് ഇനി മോചനം ലഭ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ കോടതി ഏതാണെങ്കിലും അവരിവിടെ ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന നിലപാട് ഇതിൽ ഏറെ പ്രധാനം തന്നെയാണ്. വിനീഷ, ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നവരാണ് ബി ജെ പിക്കാർ. ഒരു തെരഞ്ഞെടുപ്പ് സമയമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കേക്കും വീഞ്ഞുമായി അരമനകളിലേക്ക് ഓടിച്ചെല്ലാൻ യാതൊരുവിധ മടിയും കാണിക്കാത്തവരാണ്. അത് പകൽ വെളിച്ചത്തിൽ തന്നെ പോകുന്നവരാണ് ബി ജെ പിക്കാർ. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഏത് രീതിയിലാണ് ന്യൂനപക്ഷങ്ങളോട് ക്രിസ്ത്യാനികളോട് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടെ വ്യക്തമാവുകയും 8 ദിവസമായി സിബി ഈ കാടത്ത നിയമത്തിൻ്റെ ഭാഗമായി ഈ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് നീതി ഇനിയും അകലെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് നീതിയുടെ പൊൻകിരണം എന്നൊക്കെ നമ്മൾ സാഹിത്യ ഭാഷയിലൊക്കെ പറയുന്നത്. അതിപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോഴും അത് അകലെ തന്നെയാണ്. ഇന്ന് സമർപ്പിക്കാനിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പോലും വ്യക്തത വരാത്തത് അതുകൊണ്ടാണ്. കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വേണ്ട ഈ കാര്യത്തിൽ. രാജ്യത്തെ ജനങ്ങളെ സംബന്ധിക്കുന്നതല്ലേ, രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സിനൊപ്പം നിൽക്കാതെ ഈ ബി ജെ പി സർക്കാർ ആർക്കൊപ്പമാണ് നിൽക്കുക? ഈ RSS നിലപാട്, കേന്ദ്രത്തിൻ്റെ അജണ്ട, അത് എല്ലാ തരത്തിലേക്കും എല്ലാ മനുഷ്യരിലേക്കും കുത്തിവെക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിന് പുറത്ത് സംഭവിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. വിനീഷ, തീർച്ചയായും ഇവിടെ BJP സർക്കാരിൻ്റെ നിലപാട് ഏറെ നിർണായകമാണ്. നമുക്കറിയാം, ബജ്രംഗൾ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ദിവസം അന്ന് കോടതി വളപ്പിനുള്ളിൽ ഈ ബജ്രംഗൾ പ്രവർത്തകർ വലിയ രീതിയിൽ തടിച്ചുകൂടുകയും ആദ്യം അവർ പ്രതിഷേധമായിരുന്നു. പിന്നീട് ജാമ്യാപേക്ഷ ഇല്ല അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ പിന്നെ അത് ആഹ്ലാദ പ്രകടനമായി മാറുന്നു. പോലീസിനെ നോക്കി നിൽക്കെ അവർ പോലീസിൻ്റെ വാഹനത്തിലെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു. പോലീസുകാർ ചെന്ന് ബജ്രംഗൾ പ്രവർത്തകർക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നു. അങ്ങനെ അവരെ ബജ്രംഗളിൻ്റെ അഭിഭാഷകന് മാല അണിയിച്ചുകൊണ്ട് അവർ സ്വീകരിക്കുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ളൊരു അഴിഞ്ഞാടുകയായിരുന്നു ഒരു കോടതി വളപ്പിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം നിയമവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അവർ അവിടെ ആ കോടതി വളപ്പിൽ കാണിച്ചത്. അതും അവിടെ ഈ യുദ്ധത്തിൽ ഈ 3 പെൺകുട്ടികളെയും യുവാവിനെയും കന്യാസ്ത്രീകളെയും മർദ്ദിക്കാൻ കൂട്ടുനിന്ന ബജ്രംഗളിൻ്റെ വനിതാ നേതാവ് തന്നെയാണ് ഈ കോടതി വളപ്പിലും എത്തിയത്. അവർക്കെതിരെ ഒരു കേസുമില്ല. അവർ ഇവരെ മർദ്ദിക്കുന്ന വീഡിയോ സഹിതം പുറത്തു വന്നിട്ടും അവർക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അവർ തന്നെയാണ് ഈ കോടതി വളപ്പിൽ വന്നും ഇത്തരത്തിൽ വലിയ പ്രതിഷേധവും ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ കാര്യങ്ങൾ കൃത്യമാണ്. ന്യൂനപക്ഷ വേട്ടയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് അവർ കോടതിയിലും ആ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് അടുത്ത നിയമസഭയിൽ അടുത്ത വിധാൻസഭ കൂടുമ്പോൾ അവിടെ ഈ മതപരിവർത്തനം ഒരു നിയമമായി പ്രത്യേക നിയമമായി കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഈ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നിയമം തന്നെ ഛത്തീസ്ഗഡിൽ വരാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്നതാണ് ഈ ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രസ്താവന. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നിയമസഭയിൽ ഇവരുടെ വിധാൻസഭയിൽ ഈ ഒരു നിയമം കൊണ്ടുവരുമെന്ന് തന്നെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായി ഇനിയിപ്പോൾ നിയമം കൊണ്ട് ഇവരെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി BJP സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഛത്തീസ്ഗഡിലൊക്കെ ഈ ട്രൈബൽ ഏരിയ ഏറ്റവും കൂടുതൽ ട്രൈബൽ ഏരിയ ഉള്ള വിഭാഗം കൂടിയാണ് ഈ 3 പെൺകുട്ടികൾ. ആദിവാസി പെൺകുട്ടികളാണ്. അവരൊക്കെ ഇന്നലെ ഈ മൊഴി നൽകിയ അല്ലെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ച ആ പെൺകുട്ടി പറഞ്ഞത് താൻ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അതിനുശേഷം 10 മണിക്കൂർ 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയാണ് താൻ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത്. 250 രൂപയാണ് വെറും കൂലി. ഇവിടെയാണ് ഈ കന്യാസ്ത്രീമാർ നല്ല ജോലിയും ഭക്ഷണം കോളനിയിൽ നിരവധി പെൺകുട്ടികൾ വിവിധ മഠങ്ങളിലായി ജോലി ചെയ്ത് നല്ല മാന്യമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരൊപ്പം പോയതെന്നുള്ളതാണ് ആ പെൺകുട്ടികൾ തന്നെ മൊഴി നൽകിയത്. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ബജ്രംഗ പ്രവർത്തകർ പിടിച്ചിട്ട് അവർ പറഞ്ഞത് നിങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ആണ് എന്ന രീതിയിൽ മൊഴി നൽകാനാണ്. അങ്ങനെ അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് ആ മൊഴി ഇവരെ കൊണ്ട് പറയിപ്പിച്ചത്. ആ രീതിക്കൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ മിഷനറിമാരെല്ലാം തന്നെയും ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ വിവിധയിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരുടെ ഇടയിലെല്ലാം തന്നെയും പല മോശപ്പെട്ട ജീവിതവുമായി നയിക്കുന്നവരൊക്കെ അവർ മാനസാന്തരത്തിലൂടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ. അവരാണ് ഇത്തരത്തിൽ ജയിലിൽ അടച്ചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ രണ്ട് കന്യാസ്ത്രീമാർ മാത്രമല്ല, നിരവധി ഈ പെന്തക്കോസ്തുമായി ബന്ധപ്പെട്ട നിരവധി പാസ്റ്റർമാർ, നിരവധി മറ്റുള്ള ഈ ക്രൈസ്തവ മിഷണറിമാരൊക്കെ വിവിധ ജയിലുകളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. മാത്രമല്ല ഇവിടെ പലപ്പോഴായി അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒരു പള്ളിയെങ്കിലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഛത്തീസ്ഗഡ് അടക്കം ഇത്തരത്തിൽ സംഭവങ്ങളുണ്ട്. പക്ഷേ അത് പലതും പുറത്തേക്ക് വാർത്തയായി വരുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ആക്രമിക്കപ്പെടുന്നവർ തന്നെ പിന്നീട് പ്രതികളായും വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഒരു വീട്ടിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന 2 ദിവസം മുമ്പ് ഒരു വീട്ടിൽ ഒരു പുതിയ വീട് താമസം ആയി ബന്ധപ്പെട്ടുകൊണ്ട് വീട് താമസത്തിൻ്റെ ചടങ്ങ്, ആ ചടങ്ങിൽ ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിലേക്ക് ഒരു 10-200ഓളം ബജരംഗ പ്രവർത്തകർ വന്ന് ആ വീടടിച്ച് പൊളിക്കുകയും അവരെ ഭക്ഷണമെല്ലാം തന്നെ എടുത്ത് വലിച്ചെറിയുകയും അങ്ങനെ വളരെ വലിയ സംഭവം ഉണ്ടായി എന്നൊക്കെ ഇവിടെയുള്ള ആളുകൾ പറയുന്നു. അങ്ങനെ ആ രീതിക്ക് ഒരുമിച്ചൊരു കൂട്ടമായി നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പലപ്പോഴും ഈ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പലരും ഭയപ്പെടുന്നു. ചില ആളുകൾ പറയുന്നു ആ രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അവർക്ക് ജീവനിൽ ഭയമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ക്രൈസ്തവ സഭകളിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും. എന്തായാലും ആ രീതിയിലാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു ആക്രമണം എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഈ ഇവിടെയുള്ള കേരള മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പോലും സന്യാസിമാർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് അനുകൂലമാണെന്ന എന്ന രീതിയിലൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജയിലിൻ്റെ മുന്നിൽ വെച്ചും കോടതി വെളുപ്പിൽ വെച്ചും കേരളത്തിലുള്ള മാധ്യമങ്ങളെ തന്നെ അവർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരികയും ചെയ്തു. എന്തായാലും ആ രീതിയിലാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളുള്ള ഇവരൊരു സമീപനം എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കോടതി നടപടി ഏറെ സങ്കീർണമാകുന്നത്. കാരണം പോലീസും സർക്കാരും ഇവർക്കൊപ്പം നിൽക്കാതെ വരുമ്പോൾ ഒരു ഭരണകൂട ഭീകരത തന്നെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നീതി നിഷേധിക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് ഈ കന്യാസ്ത്രീമാർക്ക് ഇപ്പോൾ കഴിഞ്ഞ 8 ദിവസമായി ജയിലിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി ഏത് രീതിയിൽ നിയമ പോരാട്ടം നടത്തണം എന്നുകൂടി ഒരു വ്യക്തത ഇല്ലാത്തതും ഈ ഒരു സാഹചര്യം തന്നെയാണ്. കൃത്യമായി ഇവരുടെ കയ്യിലേക്ക് ഈ പെൺകുട്ടികൾ നൽകിയ മൊഴികളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഏതൊക്കെ ആക്റ്റുകൾ ഇതിൽ ഇവർക്കെതിരെ ഉണ്ട് എന്ന് ഒന്നിൻ്റെയും കൃത്യമായൊരു വ്യക്തത ഇവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ നിരവധി സങ്കീർണമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ജാമ്യാപേക്ഷയിൽ പോലും ഒരു അവ്യക്തത, ഇവർക്ക് ഏത് കോടതിയിൽ പോകുന്നുള്ള കാര്യത്തിൽ പോലും ഒരു അവ്യക്തത ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ളത് വളരെ നിസ്സഹായമായ ഒരവസ്ഥയാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ എംപിമാരും UDF എംപിമാരെല്ലാം തന്നെ ഇവിടെ എത്തുകയും അവരെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അവർക്കത് വലിയ ആശ്വാസമായിരുന്നു, ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. എല്ലാ നിയമസഹായവും നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ എംപിയും ബൃന്ദാക്കാരാട്ടും റഹീം അടക്കം എല്ലാം ഇവിടെ എത്തി നേരിട്ട് പറയുകയും ചെയ്തിരുന്നു. അതൊക്കെ അവർക്ക് വലിയ ആശ്വാസകരമായിട്ടുണ്ട്. കന്യാസ്ത്രീമാരെ നേരിൽ കാണുകയും അവർക്ക് വേണ്ട ചികിത്സയെല്ലാം തന്നെ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ CBCയുടെ ഒരു പ്രതിനിധി ജയിലിൽ സന്ദർശിച്ച ശേഷം നമ്മളോട് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു വലിയ മാറ്റം കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും മാധ്യമങ്ങളും വലതുപക്ഷ എംപിമാരെല്ലാം തന്നെയും ഒരുമിച്ച് നിന്ന് അത്തരത്തിലൊരു മാറ്റമൊക്കെ ഇവിടെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടുള്ളത്. ആ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇന്നലെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ഉൾപ്പെടെയുള്ളവർ കത്ത് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേറെ പ്രധാനം ഈ BJP സർക്കാരിൻ്റെ കോടതിയിലെ എന്ത് നിലപാടെന്നുള്ളതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ഇന്ന് കാത്തിരിക്കുന്നത്. വിനീഷ. യെസ്, ആ പ്രതീക്ഷയിൽ തന്നെ നമുക്കും തുടരാം. ജാമ്യാപേക്ഷ കോടതിയിൽ വരട്ടെ. അതിലെന്ത് നിലപാട് BJP ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്.